പരിചയത്തിലുള്ള ആളുകൾ, നമുക്ക് ഇഷ്ടമുള്ളവർ, പ്രിയപ്പെട്ട ആളുകൾ മരിച്ചാൽ ആ മരണത്തിൽ ക്ഷമിക്കാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പരിഹാരമായി ഓർമ്മപ്പെടുത്താൻ അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസ് ഔ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏതൊരു മനുഷ്യനാകട്ടെ, ഉസീബ ബിമുസീബത്തിൻ, അവനൊരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, ദുരിതമുണ്ടായാൽ, ഫലിയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തി അല്ലതി തുസീബുഹു ബിഗൈരി, അവന് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്തിനെ കുറിച്ച് അവൻ ഓർക്കട്ടെ. എന്താണ് അവന് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത്? എന്നെ കൊണ്ട് അവന് സംഭവിച്ച മുസീബത്താണ്. ഞാൻ പിരിഞ്ഞുപോയതുകൊണ്ട്, എൻ്റെ വഫാത്ത് കൊണ്ട് അവന് സംഭവിച്ചതാണ് ഏറ്റവും വലിയ മുസീബത്ത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്താണ്. അവിടുത്തെ വഫാത്താണ് അവൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷമം. അവന് ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, എൻ്റെ വഫാത്ത് കൊണ്ട് അവന് സംഭവിച്ച വേദന, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. ഫഇന്ന അഹദൻ മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹ മിൻ മുസീബത്തി, എൻ്റെ വഫാത്തിനേക്കാൾ കഠിനമായ ഒരു ദുരിതവും ഒരു പ്രയാസവും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും ഇനി ബാധിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനേക്കാൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വരുന്ന ദിവസം ഞാൻ മദീനയിലുണ്ട്. ആ ദിവസം പോലെ പ്രകാശം നിറഞ്ഞ, ഹൃദയങ്ങൾ സന്തോഷത്തിൽ മൂടിയ ഒരു ദിവസം ഞാൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മക്കയിൽ നിന്ന് വരുന്ന ദിവസം ഒരു യഹൂദനാണ് ആദ്യം അത് വിളിച്ചു പറഞ്ഞത്. അയാളിങ്ങനെ ഒട്ടകത്തെ മേയ്ക്കുന്നതിന് വേണ്ടി പോയതാണ്. അപ്പോൾ രണ്ടുപേർ ദൂരെ നിന്ന് വരുന്നു. അയാൾ മദീനക്കാരോട് വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന മനുഷ്യൻ വരുന്നുണ്ട്. അൻസാരികൾ ഓടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി. അന്ന് ആ മദീനയിൽ വീടുകൾക്ക് മുകളിൽ സ്ത്രീകൾ കയറി നിൽക്കുന്നു, കുട്ടികൾ കയറി നിൽക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി. അതുപോലെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഞാൻ വേറെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഞാൻ മദീനയിലുണ്ട്. അതുപോലെ ഇരുട്ട് പരന്ന, അതുപോലെ വേദന നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ ഒരു ദിവസം ഞാൻ മദീനയിൽ വേറെ കണ്ടിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. സഹാബികൾ പിൽക്കാലഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവക്കുമായിരുന്നു തന്നെ. പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ വിറക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ. പിൽക്കാലഘട്ടത്തിൽ സലഫുകളിൽ പലരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ തന്നെ അവരുടെ മുഖങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മ നിറയുന്നത് കാരണത്താലുള്ള മാറ്റങ്ങൾ പ്രകടമാകുമായിരുന്നു. ചിന്തിച്ചാൽ അതിനേക്കാൾ വലിയ മുസീബത്ത് വേറെന്താണ്? എത്ര ആളുകളെ പകരം നൽകിയാലാണ് ആ മുസീബത്തിന് പകരമാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരമാകാൻ ആർക്കാണ് കഴിയുക? ഇതെല്ലാം വേർപാടുകൾ ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ട ആലോചനകളിൽ ചിലതാണ്.